ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബിരിയാണിയാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു ദം ബിരിയാണി എന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു ബിരിയാണിയാണ്. അതായത് ഫ്ലോപ്പ് ആവാൻ ചാൻസ് കുറവാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സവാള വറുത്ത് കോരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് സവാളയും കുറച്ച് ഉപ്പും കൂടെ, അതായത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ സവാള ഇതേപോലെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പണി കഴിഞ്ഞു. ബാക്കി നമുക്കെല്ലാം പെട്ടെന്ന് ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി അതേ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ചിലവർ വെളിച്ചെണ്ണയിൽ ചെയ്യണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ആഡ് ചെയ്തിട്ട്, ഞാൻ അതേ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അരിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് വഴറ്റി എടുക്കണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 7 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 5 സവാള നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെച്ചു. ബാക്കിയുള്ള 2 സവാളയാണ് ഞാനിവിടെ വഴറ്റുന്നത്. അത് ഒരുവിധം വഴറ്റി കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ വെച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ്. ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് പച്ചമുളകാണ്, മുളക് പൊടി ഉപയോഗിച്ചിട്ടേ ഇല്ല, പച്ചമുളക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 മുതൽ 10 വരെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി അതിനുശേഷം 3 തക്കാളി അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിയില അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ തൈരാണ് എടുത്തത്. അധികം പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത്. തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്യും. 1 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. ചിക്കനെല്ലാം മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം എടുത്ത് ബാക്കി വെച്ചുള്ളൂ കേട്ടോ, നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ സവാളയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കന് ഒരു നല്ലൊരു കളർ കിട്ടും ഈ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുമാത്രമല്ല ഈ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക രുചി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 മുതൽ 1/2 കപ്പ് വെള്ളം വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവിയോടുകൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം ബിരിയാണി അത്ര ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം കൂടി ഇട്ടിട്ട് ഗ്രേവി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ അരമണിക്കൂർ നേരം കുതിർത്ത അരിയാണ് കേട്ടോ. 3 വലിയ ഗ്ലാസ് അരിയുണ്ട്. അപ്പോൾ ആ അരിയും കൂടി ഇട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇത്തിരി നേരമൊന്നും വറുക്കേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് മാക്സിമം. ഇനി ഈ അരി വേകാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇത് ഞാൻ ഊറ്റിയൊന്നും എടുക്കുന്നില്ല, കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് വേവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഊറ്റിയൊക്കെ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. ഇനി ഡ്രെയിൻ ചെയ്ത് ചെയ്യണം എന്നാണെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ല പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ചോറ് കംപ്ലീറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം എനിക്ക് ആ പാത്രം ദം ചെയ്യാനായിട്ട് വേണം, അതുകൊണ്ടാണ് കേട്ടോ. ഇനി സെയിം പാത്രത്തിൽ തന്നെ ഞാൻ അടിയിലായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഗ്രേവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് റൈസും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് ഗരം മസാല, ഒരു പിഞ്ച് മതി കേട്ടോ, ഗരം മസാല പൗഡറും, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും, ഗാർണിഷിനായി നമ്മൾ മാറ്റി വെച്ചില്ല ആ സവാളയും മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഗ്രേവി അതും കൂടെ ഞാൻ ലെയറാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം.
സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ താഴെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് മുകളിലും ചെയ്യണത്. ബിരിയാണിയിൽ ഞാൻ പുതിനയില ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. സെയിം പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. പഴയ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്